ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇത് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം കേട്ടോ. പെട്ടെന്ന് പ്ലാൻ ചെയ്ത് പെട്ടെന്ന് പോയൊരു ട്രിപ്പാണ്. ഞങ്ങളെപ്പോഴും ട്രിവാൻഡ്രത്തൊക്കെ യാത്ര ചെയ്യുന്നവരാണ്, എന്നാലും ഇതൊരു പെട്ടെന്ന് പ്ലാൻ ചെയ്ത ട്രിപ്പായിരുന്നു. ഇലക്ഷൻ ഡേയിൽ ഞങ്ങൾ ഓട്ടൊക്കെ ചെയ്തിട്ട് നേരെ പോയത് മന്തി കഴിക്കാൻ. കേശവാസുരത്തെ മന്തി മനസ്സിൽ. അങ്ങനെ അവിടുത്തെ ഫുഡ് അടിപൊളിയായിരുന്നു. ഞങ്ങൾ മന്തി കഴിച്ച് നേരെ വന്ന ഇടമെന്നറിയോ, കനകക്കുന്ന് പാലസിൽ വന്നിട്ട് അവിടുത്തെ ഗാർഡനിലൊക്കെ ഞങ്ങൾ കുറച്ച് നേരം വിശ്രമിച്ചു. പിന്നെ ഞങ്ങൾ ചുമ്മാ വെറുതെ കനകക്കുന്ന് കൊട്ടാരത്തിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ ഒരു വൈകുന്നേര സമയമായതുകൊണ്ട് അധികം വെയിലൊന്നുമില്ല, ഒരു നല്ലൊരു ലുക്കായിരുന്നു കാണാൻ. ഭയങ്കര ഒരു വൈബായിരുന്നു കൊട്ടാരം കാണാനൊക്കെ. അങ്ങനെ കുറച്ച് ആ ഒരു ഈവനിങ് ഷാഡോയിലുള്ള കൊട്ടാരത്തിൻ്റെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഇങ്ങനെ നടന്നു. നല്ല കാറ്റും വെയിലൊന്നുമില്ല, ചൂടൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല ഭംഗിയായിരുന്നു. അങ്ങനെ ഞങ്ങളവിടെ കുറേ നേരം കറങ്ങി കേട്ടോ. ഒത്തിരി ആളുകളുണ്ടായിരുന്നു അവിടെ കൊട്ടാരത്തിന് ചുറ്റും ഇങ്ങനെ കാണാനായിട്ട്. വിസിറ്റേഴ്സായിട്ട് കുറേ ലവേഴ്സ് ഉണ്ടായിരുന്നു. അവരെയൊക്കെ ഞങ്ങൾ കണ്ട് കുറച്ച് പേരൊക്കെ ഇങ്ങനെ മാറിയിരുന്നൊക്കെ സംസാരിക്കുന്നു, കഥകൾ പറയുന്നു. പിന്നെ ഞാൻ ഇങ്ങനെ കുറേ നടന്നിങ്ങനെ വന്നപ്പോൾ അവിടുത്തെ ആ ഒരു ലുക്കും ഒക്കെ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. അങ്ങനെ ഞാൻ കുറേ നടന്ന് വന്നപ്പോൾ എനിക്ക് ദൂരെയായിട്ട് ഒരു വെള്ള കളറിലുള്ളൊരു ട്രീ കാണാൻ പറ്റി. ഇലയൊന്നും ഇല്ല, നല്ല ഭംഗിയായിട്ടായിരുന്നു അത് കാണാൻ പറ്റിയിരുന്നത്. കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി അവിടെയൊക്കെ ഒന്ന് ചുറ്റി കറങ്ങി കുറേ നടന്നു. ഒത്തിരി നടന്നു കേട്ടോ. സാധാരണ അങ്ങനെ നടക്കാറില്ല, പുറത്തൊക്കെ പോകുമ്പോഴാണ് ഇങ്ങനെ നടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി നടന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. എപ്പോഴും പോകുന്ന സ്ഥലമാണ്, കാണുന്ന സ്ഥലമാണെങ്കിലും വൈകുന്നേരങ്ങളിൽ ട്രിവാൻഡ്രം സിറ്റിയിൽ കനകക്കുന്ന് മ്യൂസിയം എന്നൊക്കെ പോകുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. പിന്നെ കൂടെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളും കൂടി ഉണ്ടെങ്കിൽ അത് പറഞ്ഞറിയിക്കണ്ടല്ലോ, അത്രയ്ക്കൊരു വൈബായിരുന്നു. പിന്നെ ഞങ്ങളവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു, കുറച്ച് നേരമൊക്കെ ഇരുന്നു. ഈവനിങ് ഫുള്ള് ഞങ്ങളവിടെ തന്നെ കറങ്ങി നടന്നു. പിന്നെ ഞങ്ങൾ പോയത് മാനവീയം വീഥിയിലാണ്. ചുമ്മാ പോയതാണ്, ഒരു ചായയൊക്കെ കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് അവിടേക്ക് പോയി. അവിടെ നല്ലൊരു ലുക്കാണല്ലോ, പ്രത്യേകിച്ച് രാത്രിയാകുമ്പോൾ സിറ്റി നല്ലൊരു ഭയങ്കര ലുക്കാണ്. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് കയറി. അങ്ങനെ പോകുന്ന വഴിക്ക് എൻ്റെ ഹസ്ബൻഡിനൊരു ക്രേസ് ഉണ്ട് ഫിഷസ്. അങ്ങനെ ഫിഷ് വാങ്ങാനായിട്ടൊരു ഷോപ്പിൽ കയറി. അന്ന് ഗപ്പീസും ഫൈറ്റേഴ്സൊക്കെ നോക്കുന്ന സമയത്ത് ഞാൻ അവിടെ കുറച്ച് പെറ്റ്സിനെ കണ്ടു. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസ് എടുത്തു. അപ്പോൾ അതിലെനിക്ക് ഏറ്റവും ക്യൂട്ടായിട്ട് തോന്നിയൊരു വീഡിയോ ആയിരുന്നു ഇത്. എലിയെപ്പോലെ തന്നെ തോന്നിക്കുന്ന ഒരു പെറ്റാണ്, എലിയുടെ വർക്കത്തിൽ പെട്ടതാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിങ്ങനെ ഫേസ് വാഷ് ചെയ്യുന്ന പോലെ, പിന്നെ എണീറ്റ് ഇങ്ങനെ നിന്ന് കാണിക്കുന്ന പോലെയൊക്കെ തോന്നി. ഭയങ്കര ക്യൂട്ടായിരുന്നു.